ഏവർക്കും സ്വാഗതം. സ്നേഹമസൃണമായ സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിൽ കൂടെ എൻ്റെ സഹസഞ്ചാരികളായി ആശയങ്ങളുടെ ആത്മീയ യാത്ര തുടർന്നു വന്ന ഏവരോടുമുള്ള എൻ്റെ അതിരറ്റ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ. നാം ഈ വീഡിയോയിൽ കഴിഞ്ഞ 2 വീഡിയോകളിലും ഈ വീഡിയോകളിലും പ്രധാനമായും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതീതമായ അടിസ്ഥാനമില്ലാതെ ഭൗതികമായ ഒന്നിനും, പ്രത്യേകിച്ച് മനുഷ്യന്റെ വ്യക്തിത്വത്തിന് വിലയുണ്ടാകുകയില്ല, ആരോഗ്യമുണ്ടാകുകയില്ല, സമാധാനമുണ്ടാകുകയില്ല, ഫലപുഷ്ടി ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. ഫലശൂന്യമായ ജീവിതത്തെ നഷ്ടപ്പെടുത്താനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ്. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചല്ല ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ നാം തത്രപ്പെടുന്നത് എന്ന് പറയാതെ തന്നെ ഏവർക്കും സ്പഷ്ടമാണ്. ഈ ആശയം നമുക്ക് തുടർന്ന് കുറച്ചുകൂടെ വിശാലമായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ, ഈ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. ഇതും കൂടെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത നാം കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന്റെ തുടർച്ചയായി ഒരു കാര്യം കൂടെ, ഒരു പരിഗണന കൂടെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണം തുടരുകയാണ്. യേശു ജനിച്ചപ്പോൾ അവന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതായി ഒരു നക്ഷത്രം, സ്റ്റാർ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ക്രിസ്മസ് നക്ഷത്രങ്ങൾ അന്ന് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് വേണം ക്രിസ്മസ് നക്ഷത്ര വിളക്ക് വീട് അലങ്കരിക്കാൻ. അങ്ങനെ മുള കീറി നക്ഷത്ര വിളക്കുണ്ടാക്കുന്നതിൽ എനിക്ക് കാര്യമായ പ്രാവീണ്യമുണ്ടായിരുന്നു. ചെറുപ്പമായതുകൊണ്ട് അങ്ങനെയുള്ള അധ്വാനത്തിന് സമയവും ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ റെഡിമെയ്ഡ് നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ടാകാൻ ഇടയാകണമെന്നില്ല. എന്നാൽ അങ്ങനെയുള്ള അനുഭവം ഉള്ളവരും കൂടെ ഇതിലുണ്ട് എന്നത് ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷെ ജനിച്ച ശിശു കിടക്കുന്നത് ഒരു പുൽത്തൊട്ടിലാണ്, മേഞ്ചർ. മേഞ്ചർ എന്ന വാക്കുകൊണ്ട് മൃഗങ്ങൾക്ക്, പശുക്കൾക്ക് ആഹാരം വെക്കാനുള്ള പാത്രത്തിൻ്റെ പേരാണ് മേഞ്ചർ എന്നുള്ളത്. ഇറ്റ്സ് എ ട്രേ വിച്ച് കണ്ടെയ്ൻസ് ഫുഡ് ഫോർ ആനിമൽസ്. അവിടെയാണ് യേശുക്രിസ്തുവിനെ കിടത്തിയത് എന്ന് നാം ഓർക്കണം. നാം ഈ ക്രിസ്മസ് കാർഡുകളും പാട്ടുകളും ഒക്കെ കേട്ട് മേഞ്ചർ എന്ന് പറഞ്ഞാൽ രാജകീയമായ അനുഭവമാണെന്നുള്ളൊരു ധാരണയിലാണ്. അങ്ങനെയൊന്നുമല്ല. ഞാനിത് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഭൗതികമായ അവസ്ഥയുടെ നെല്ലിപ്പലകയിൽ നിന്നാണ് യേശുവിൻ്റെ രക്ഷ ദൗത്യം ആരംഭിച്ചത് എങ്കിലും അതിന് അഭൗമമായ അതീതമായ ഒരു അടിത്തറ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അടിത്തറ അതീതമായിരുന്നു. അതാണ് ആകാശത്തിലെ നക്ഷത്രം കാവ്യാത്മകമായി സൂചിപ്പിക്കുന്നത്. അല്ലാതെ അതൊരു GPS സംവിധാനമല്ല, കാവ്യാത്മകമായ ഒരു അടയാളപ്പെടുത്തലാണ്. അത് യേശുവിൻ്റെ പിറവി, യേശുവിൻ്റെ വ്യക്തിത്വം, യേശു നിർവഹിപ്പാറുടെ ദൗത്യം, ഇതിൻ്റെയൊക്കെയും അടിത്തറ അതീതതയുടെയാണ്. അനന്തതയുടെയും അപാരതയുടെയും അഭൗമതയുടെയും ഒക്കെയാണ് എന്നതിൻ്റെ ആദ്യത്തെ അടയാളപ്പെടുത്തലാണ് ഈ നക്ഷത്രം. അത് ദയവായി അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ തന്നെ മനസ്സിലാക്കുവാനും വിലമതിപ്പാനും അതിൻ്റെ അർത്ഥത്തെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനും നമുക്കിടയാകട്ടെ. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഭൗതികവാദത്തിൻ്റെ പൊള്ളത്തരവും അപകടവും മനസ്സിലാക്കേണ്ടത്. എന്താണ് ഭൗതികവാദത്തിൻ്റെ വിശ്വാസ പ്രമാണം? ഇത് 1912 ഏപ്രിൽ മാസം 15-ാം തീയതി സംഭവിച്ച ഒരു വലിയ ദുരന്തത്തെ പറ്റി നമുക്ക് ഓർമ്മയുണ്ട്. അത് മറ്റൊന്നുമല്ല, ടൈറ്റാനിക് എന്ന് പറയുന്ന ദൈവം പോലും വിചാരിച്ചാൽ മുക്കാനൊക്കത്തില്ല എന്ന വിധത്തിൽ സൃഷ്ടിച്ച ഒരു വലിയ സുഖയാത്ര കപ്പൽ.
അത് കല്ല് പോലെ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന സംഭവം 1912 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് സംഭവിച്ചത്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് നോവലിസ്റ്റായിരുന്ന ജോസഫ് കൊർസീനിയോവ്സ്കി കോൺറാഡ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പോളണ്ടുകാരനായിരുന്നു. പിന്നെ അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പൊക്കെ എടുത്തു. പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചില കൃതികളൊക്കെ പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോർഡ് ജിം അന്ന് 1900 പബ്ലിഷ് ചെയ്തത് 1900 അതായത് പുസ്തകം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടൊരു പുസ്തകമാണ് ലോർഡ് ജിം ബൈ ജോസഫ് കോൺറാഡ്. അപ്പം ഈ ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങിയപ്പോൾ അത് യൂറോപ്പിനെ ആകമാനം പിടിച്ച് കുലുക്കിയത് നമുക്കറിയാം. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോസഫ് കോൺറാഡ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അത് എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യം, ഈ ഭൗതികവാദം അല്ലെങ്കിൽ മെറ്റീരിയലിസം എന്ന് പറയുന്നതിൻ്റെ വിശ്വാസ പ്രമാണം ഒന്ന് മാത്രമാണ്. എന്താണ്? മാറ്റർ സേവ്സ്. മനുഷ്യനെ രക്ഷിക്കാൻ ഭൗതികമായ ഈ ലോകത്തിൻ്റെ ഉപാധികൾ മാത്രം മതി. മാറ്റർ സേവ്സ്. അപ്പോൾ ജോസഫ് കോൺറാഡ് പറയുന്നത്, ദൈവം വിചാരിച്ചാൽ പോലും മുക്കാൻ സാധ്യമല്ലാത്ത, നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത, അപകടം വരുത്തുവാൻ സാധ്യമല്ലാത്ത ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ, യൂറോപ്പിൻ്റെ അഭിമാനമായിരുന്ന, അഹങ്കാരമായിരുന്ന കപ്പൽ, അത് കല്ല് പോലെ സമുദ്രത്തിനടിയിലേക്ക് താണു പോയപ്പോൾ അതിൽ ഒരു ദൂതുണ്ടായിരുന്നു. അതിതാണ്, മെറ്റീരിയലിസം ഈസ് റോങ്, മാറ്റർ കനോട്ട് സേവ് യു. ഇത് ഞാൻ ഇത്തരണത്തിലൊന്ന് ഓർക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകും. നമുക്ക് ഒന്നിനും സമയമില്ലല്ലോ. ഇത് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് കൂടുതൽ മനുഷ്യൻ ആശ്രയിക്കുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളാണ്. ദൈവത്തെ അപേക്ഷിക്കുന്നത് പോലും ഭൗതികമായ നേട്ടം മാത്രമാണ്. അങ്ങനെ ഭൗതികമായ കാര്യങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ച നല്ലവനായ ഒരു യുവാവ്, ധനികനായ യുവാവെന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ യേശുവിനെ കാണുന്നതും നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നൊക്കെ അന്വേഷിക്കുന്ന സംഭവം നമുക്കുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധ വെച്ച് വായിച്ചാൽ അതിലും യേശുവിൻ്റെ പക്ഷത്ത് നിന്ന് ഭൗതികവാദത്തെ വിമർശിക്കുന്ന എപ്രകാരമാണ്. അത് ആ ഭൗതികവാദം, അതായത് ഭൗതികമായ കാര്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് മരണതുല്യമാണ് എന്ന സൂചന വളരെ മിതമായി യേശു തൻ്റെ പ്രതികരണത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ശ്രദ്ധ വെച്ചൊന്ന് വായിച്ചാൽ മതി. അതും ഞാൻ കൂടുതലായി വിശ്ലേഷണം ചെയ്യാതെ മാറ്റിവെക്കുകയാണ്. അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ ഈ ഭൗതികമായ ദർശനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ശ്രമിച്ച മറ്റൊരു മഹാനുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഒന്ന് വളരെ പെട്ടെന്നൊന്ന് പരാമർശിച്ചതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ധനികനായ മൂഢന്റെ ഉപമ. അവൻ ഭൗതികമായ കാര്യങ്ങളെ, ഉപാധികളെ, വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കാമെന്ന് കരുതിയപ്പോൾ അവൻ മരിച്ചുപോയി. എൻ്റെ അർത്ഥം ഇതാണ്, ഇപ്രകാരമുള്ള കാഴ്ചപ്പാട്, ഇപ്രകാരമുള്ള ജീവിത രീതി മനുഷ്യൻ്റെ ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു വ്യക്തിത്വത്തെ മുച്ചൂടെ നശിപ്പിച്ചു കളയും എന്നതിൻ്റെ വളരെ ശക്തിയേറിയ, മൂർച്ചയേറിയ, വ്യക്തത നിറഞ്ഞ ഒരാവിഷ്കാരമാണ് ധനികനായ മൂഢന്റെ ഉപമ. അത് ഞാൻ പറഞ്ഞതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ, ഭൗതികമായ ലോകത്തിൻ്റെ ഉപാധികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ ഈ ലോകത്തിൻ്റെ മൂഢന്മാരായി തീരും. ഇംഗ്ലീഷിൽ ഫൂൾസ് ഓഫ് ദ ടൈം എന്നതാണ് ആ ഫ്രേസ്. അങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്. ഫൂൾസ് ഓഫ് ദ ടൈം. വി ബിക്കം ഫൂൾസ് ഓഫ് ദ, ഈ ലോകത്തിൻ്റെ ഉപാധികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് മതി എന്ന് ശഠിക്കുന്നവർ ഈ ലോകത്തിൻ്റെ മൂഢന്മാരായി ഇവിടെ പട്ടുപോകും എന്ന തിരിച്ചറിവാണ് യേശു ആ ഉപമയിൽ കൂടെ അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു വലിയ ഒരു ചരിത്രപ്രധാനമായ ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയുണ്ടായിരിക്കും. കാർഡിനൽ തോമസ് വൂൾസി എന്ന് പറയും, WOLSEY. കാർഡിനൽ തോമസ് വൂൾസി. അദ്ദേഹം ഹെൻറി 8-ാമൻ്റെ കാലത്ത്
നിങ്ങൾക്കറിയാം, അന്ന് ഇന്നത്തെ മെത്രാന്മാരെക്കാൾ കൂടുതൽ മെത്രാന്മാർക്ക് രാഷ്ട്രീയമായ ഘനമുണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. മെത്രാന്മാരെ പ്രകോപിപ്പിച്ചിട്ട് രാജാവിന് അധികമൊന്നും പിടിച്ചു നിൽക്കാൻ ആയിരുന്നില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഹെൻറി ദ എയ്ത്താണ് റോമിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വെളിയിൽ ചാടി അങ്ങനെ ഇംഗ്ലണ്ടിൽ റിഫർമേഷൻ ഉണ്ടാകാൻ ഹെൻറി ദ എട്ടാമൻ്റെ കല്യാണക്കൊതിയായിരുന്നു വഴിയൊരുക്കിയത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പിൻഗാമികൾക്ക് നെഗളിക്കാനൊന്നുമില്ല എന്നുകൂടെ ഞാൻ ഇത്തരത്തിൽ സൂചിപ്പിക്കട്ടെ. അപ്പോൾ തോമസ് വൂൾസി ഹെൻറി ദ എട്ടാമനെ എല്ലാവിധത്തിലും താങ്ങിയും പുകഴ്ത്തിയും ആശ്രയിച്ചും ആരാധിച്ചും രാജാവിൻ്റെ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കുടപിടിച്ചും കഴിഞ്ഞ് അവസാനം വെള്ളത്തിലായി. ഈ ഹെൻറി ദ എട്ടാമൻ തന്നെ തോമസ് വൂൾസിയെ അറസ്റ്റ് ചെയ്ത് ലണ്ടൻ ടവറിൽ കൊണ്ട് തടങ്കലിൽ പാർപ്പിച്ചപ്പോൾ തോമസ് വൂൾസി, കാർഡിനൽ തോമസ് വൂൾസി ഹൃദയം പൊട്ടി പറഞ്ഞ ചില വാക്കുകളുണ്ട്. അത് ഏതാണ്ട് ഇപ്രകാരമാണ്. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയാൻ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, "If I had served my Lord with half the devotion with which I served the king, he would not have abandoned me in this hour of helplessness." ഞാൻ രാജാവിനെ സേവിച്ചതിൻ്റെ പകുതി ആത്മാർത്ഥതയോടെ, ആവേശത്തോടെ കർത്താവ് യേശുക്രിസ്തുവിനെ സേവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ നിസ്സഹായതയിൽ അവൻ എന്നെ കൈവിടുമായിരുന്നില്ല എന്ന് ഹൃദയം പൊട്ടി തോമസ് വൂൾസി പറഞ്ഞത് ഈ തരുണത്തിൽ ഞാൻ ഓർത്തു പോകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മർമ്മത്തെയും വിഭവങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നവർ ഈ ലോകത്തിൻ്റെ, ഈ യുഗത്തിൻ്റെ മണ്ടന്മാരായി, ഫൂൾസ് ഓഫ് ദ ടൈം ആയിപ്പോകുമെന്ന് ഒരു താക്കീത് എന്ന നിലയിൽ ഞാനതുകൊണ്ടാണ്. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥയിൽ നമുക്കറിയാം. ലോകം മുഴുവൻ കീഴടക്കിയിട്ട് ഇനി എനിക്ക് കീഴടക്കാൻ രാജ്യങ്ങളില്ല എന്ന് പറഞ്ഞ് കുണ്ഠിതപ്പെട്ട ചക്രവർത്തി അവസാനം 33-ാമത്തെ വയസ്സിൽ പനി പിടിച്ച് അത് നന്നേ കുടിച്ച് 3 ദിവസം നിരന്തരമായി കുടിച്ച് ആത്മഹത്യാപരമായി ഇങ്ങനെ മദ്യപാനം ചെയ്ത് പനി വന്ന് മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ ശവമടക്കത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത്, എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മുമ്പിൽ വൈദ്യന്മാരുടെ ഒരു നിരയുണ്ടാകണം, എൻ്റെ കൈ ശവപ്പെട്ടിക്ക് വെളിയിലിടണം. കാരണം ലോകം അറിയണം ഈ വൈദ്യന്മാരെ കൊണ്ട് എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നും, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായി ഓടി നടന്ന ഞാൻ വെറും കൈയോടെയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് ലോകം അറിയണം. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന താക്കീതുകളാണെന്ന് മാത്രം സമയത്തിൻ്റെ പരിധി കൊണ്ട് സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു തിരിച്ചറിവ്, അതായത് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിനും അപ്രമേയമായ, അഭയമായ ഒരു അടിത്തറയുണ്ടാകണം എന്ന ഈ ഒരു തിരിച്ചറിവ് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ബുദ്ധിശൂന്യതയാണ്, മണ്ടത്തരമാണ് എന്ന് തോന്നും. അതിൽ അതിശയോക്തിയില്ല. അത് നാം പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സുവിശേഷത്തെ പറ്റിയുള്ള, സുവിശേഷം പ്രദാനം ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന രക്ഷയെ പറ്റിയുള്ള നമ്മുടെ അറിവ് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ബുദ്ധിശൂന്യതയാണ് എന്നത്. ഇറ്റ് ഇസ് ഫൂളിഷ്നെസ് ടു ദ ഗ്രീക്സ്, ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു ദ ഹീബ്രൂസ്. നമുക്കോ അത് രക്ഷയുടെ പരിമളമാണ് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ അച്ചട്ടാണ്, സത്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മർമ്മത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അതിമനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 11-ാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേലെറിഞ്ഞ് കളക, ഏറെ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അപ്പത്തെ വെള്ളത്തിലെറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി നിൽക്കുന്ന ഒരു ഘടകമല്ലേ വെള്ളം. വെള്ളത്തിൻ്റെ ഗതി നിശ്ചയിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ ഈ ലോകത്തിൻ്റെ മർമ്മം എന്താണ്? അപ്പത്തെ ഒരിക്കലും വെള്ളത്തിന്മേൽ എറിയരുത്, അപ്പവും വെള്ളവുമായി യാതൊരു സമ്പർക്കവും പാടില്ല എന്ന് ആയിരിക്കെ, ആത്മീയമായ ബുദ്ധി എന്താണ്? നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ അഗോചരമായിരിക്കുന്ന, അപ്രമേയമായിരിക്കുന്ന
അതീതമായിരിക്കുന്ന മർമ്മങ്ങളെ ആശ്രയിച്ചു വേണം നീ ജീവിക്കാനെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഈ അതീതമായിരിക്കുന്ന ഒരു മർമ്മത്തിൻ്റെ പ്രതീകമാണ് വെള്ളം. അപ്പത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം വെള്ളത്തിന്മേൽ എറിയണമെങ്കിൽ അതീതമായ സംവിധാനങ്ങളെപ്പറ്റി പരിപൂർണമായ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളയാൻ സാധിക്കും. ഇതെല്ലാം പ്രതീകാത്മകമായ പ്രസ്താവനകളാണ്. ആക്ഷരികമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട അർത്ഥം അല്പം പോലും കിട്ടുകയില്ല. അതുകൊണ്ടാണ് അത് ബുദ്ധിയാണ്, അത് വിസ്ഡമാണ് എന്ന് പറയുന്നു. അങ്ങനെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് വിശ്വാസം, അല്ലെങ്കിൽ ഫെയ്ത്ത് എന്നുള്ളത്. മറ്റൊന്നും ഫെയ്ത്ത് അല്ല, മറ്റെല്ലാം ബിലീഫാണ്. ബിലീഫ്. അപ്പത്തിൻ്റെ മേൽ വെള്ളം എറിഞ്ഞാൽ വെള്ളം കേടായി പോകും എന്നതാണ് ബിലീഫ്. എന്നാൽ ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളഞ്ഞാൽ ദീർഘനാൾ കഴിഞ്ഞ് മടങ്ങി വരും എന്നതാണ് ഫെയ്ത്ത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ തരത്തിൽ സ്വന്തം വ്യക്തിത്വത്തെയും അതിൻ്റെ സാധ്യതകളെയും മനസ്സിലാക്കി ചിട്ടപ്പെടുത്തുന്നവന് മാത്രമേ നിത്യമായ നിലനിൽക്കുന്ന വ്യക്തിത്വം, ഈശ്വരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ മോഷ്ടിക്കാത്തതും പുഴുവും തുരുമ്പും കെടുത്താത്തതുമായ നിധി പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. വീണ്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കാതെ മുൻപോട്ട് പോവുകയാണ്. ഇതേ മർമ്മമാണ് പ്രത്യേകിച്ച് ഇനി പെന്തക്കോസ്തുകാർ ശ്രദ്ധിക്കുക, പാസ്റ്റർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ മർമ്മമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി ഇങ്ങനെയുള്ള മഹാന്മാർ പറഞ്ഞു നടക്കുന്നത് കേട്ടാൽ ചിരിച്ച് മണ്ണ് കപ്പും. അയ്യോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് പരിശുദ്ധാത്മാവ്? അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു വളരെ വളരെ വ്യക്തമാക്കുന്നില്ലേ? കാറ്റ് അതിനിഷ്ടമുള്ളയിടത്തേക്ക് ഊതുന്നു, ആരും അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ആ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? അത് അതീതമായ, അതീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും നമ്മുടെ നിയന്ത്രണത്തിനും അതീതമെന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മുടെ അറിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനപ്പുറത്തൊന്നും ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തൊന്നും ഇല്ലെന്നാണോ ഈ പറയുന്നത്? അയ്യോ, കഷ്ടം. അപ്പോൾ ഈ അതീതമായത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നും അതിൻ്റെ സ്വാധീനത്തിൽ, അതിൻ്റെ നടത്തിപ്പിൽ, നിയന്ത്രണത്തിൽ, കാര്യവിചാരകത്വത്തിൽ നാം ആയിത്തീരുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയമായ ജീവിതം ബലഹീനവും ഫലശൂന്യവുമാകും എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം. അപ്പോൾ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ഭൗതികമായി നമുക്ക് ഇന്നുവരെ ലഭിച്ച പരിശീലനം അനുസരിച്ച് ഈ ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ച ആ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഈ ഭൗതികമായ ലോകത്തിൻ്റെ അംശങ്ങൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ, അത് ദൈവമേ കൂടുതലായി തരണമേ, അത് ഞാൻ അള്ളിപ്പിടിച്ചോ നിന്നോളാം എന്നതിനപ്പുറത്ത് പോയിട്ട് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളയ, അപ്രകാരം തന്നെ പ്രാപ്തനാക്കുന്ന മർമ്മമില്ല. ഞാൻ വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും സാധ്യതകളെ ദൈവികമായ അടിസ്ഥാനത്തിൽ കൂടെ, ദൈവികമായ നടത്തിപ്പിൽ, നിയന്ത്രണത്തിൽ കൂടെ ഒതുക്കി നിർത്തി ദൈവവും മനുഷ്യനുമായുള്ള ഈ ഒരു സഹവർത്തിത്വത്തിൻ്റെയും പങ്കാളിത്വത്തിൻ്റെയും അച്ചടക്കത്തിൽ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും വികസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ആ പരിശുദ്ധാത്മാവ് എരുമ പോലെ അമറുകയും പട്ടി പോലെ കുരയ്ക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് അയ്യോ അയ്യോ അയ്യോ, സഹിക്കാൻ വയ്യായേ, അയ്യോ. പിന്നെ നമുക്ക് മുൻപോട്ട് പോകും. പിന്നെ നമുക്ക് നമ്മെ തന്നെ നാം യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്, നാം ഓരോരോ മനുഷ്യപുത്രന്മാരാണ്. സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. മൃഗത്തിൻ്റെ പുത്രന്മാരല്ലല്ലോ. നമ്മളതുപോലൊക്കെ പ്രവർത്തിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, അത് വേറൊരു കാര്യം.
അപ്പോൾ നമ്മുടെ ശരീരത്തെ നോക്കുമ്പോൾ അത് ഭൗതികമാണ്. ശരീരം ഭൗതികമാണ്. ബോഡി, ഫ്ലഷ്, അത് ഭൗതികമാണ്. എന്നാൽ നമ്മുടെ ജീവന്റെ മർമ്മം ഭൗതികമാണ്. അത് ഈ ലോകത്തിൻ്റെ സംഭാവനയാണ്. അതിൻ്റെ ആധാരം ദൈവത്തിൻ്റെ ശ്വാസമാണെന്നല്ലേ വേദപുസ്തകം പറയുന്നത്. അതാണ് ദേഹമെന്നും ദേഹി എന്നും പറയുന്നത്. ദേഹത്തെ ദേഹിയായി വളർത്തുന്ന, അല്ലെങ്കിൽ ദേഹത്തിന് ദേഹി എന്ന ഏറ്റവും വിലയേറിയ സാധ്യത നൽകുന്ന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. നിനക്ക് ജീവനുണ്ടോ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ആ പരിശുദ്ധാത്മാവിനെ നീ അനുസരിക്കുന്നുവോ, അവഗണിക്കുന്നുവോ, ധിക്കരിക്കുന്നുവോ, അതിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ പ്രേരണ ഉൾക്കൊള്ളുവാൻ നീ കൂട്ടാക്കുന്നു, ഇത് വേറൊരു പ്രശ്നമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ, നീ ഏത് കാടനാണെങ്കിലും നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അസ്തിത്വമുണ്ട്. അതിനെ നീ നിർവീര്യമായി ജീവിക്കുന്നുവോ, അത് നിന്റെ തീരുമാനമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ തൊഴിക്കും എന്ന് പറയുന്ന മഹാരഥന്മാരെന്നുണ്ട്. ഞാൻ അവരെ പറ്റി പറയുന്നില്ല. ഇനി അങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യന് എന്ത് സംഭവിക്കും, മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? അതറിയാനായിട്ട് വളരെ ഉതകുന്ന, സഹായിക്കുന്ന ഒരു നല്ല ഉദാഹരണം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. അവിടെ പക്ഷവാത രോഗിയെ നാം കാണുകയാണ്. നിങ്ങൾ വളരെ മനോഹരമായ കാര്യം ശ്രദ്ധിക്കണം. പക്ഷവാത രോഗിയുടെ അവസ്ഥ എന്താണ്? അവൻ്റെ ഏക അഭയം ഒരു കട്ടിലാണ്. കട്ടിലാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവൻ്റെ ജീവിതത്തിൻ്റെ മർമ്മം ഭൗതികമായ ആശ്രയം മാത്രമായിരുന്നത് കൊണ്ടാണ് കാലക്രമേണ അവൻ ഈ ഒരവസ്ഥ പ്രാപിച്ചു. ഇപ്പോഴവൻ്റെ അവസ്ഥ എന്താണ്? 4 ആൾ കൂടി കട്ടിലിൽ അവനെ ചുമന്നുകൊണ്ട് നടക്കണം. അതിൻ്റെ പേരാണ് ഈ പക്ഷവാതം, പാരാലിസിസ് എന്ന് പറയുന്നത്. ഈ ഭൗതികമായ ഉപാധികളെ മാത്രം ജീവിക്കുന്നവർ ആത്മീകമായ പക്ഷവാത രോഗികളാണ്, പാരലിറ്റിക്സ് ആണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി ഉണ്ടാകട്ടെ, തിരിച്ചറിവുണ്ടാകട്ടെ. ഡിസേൺമെൻറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കിതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അവസ്ഥ പോലും എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ മാംസം മാത്രമാണ് എന്ന ധാരണയിൽ ഇത് നിലനിർത്തുവാൻ ഈ ഭൗതിക ലോകത്തിൻ്റെ ഉപാധികൾ മാത്രമാണെന്ന കടുംപിടുത്തത്തിലുമാണ്. നാം തന്നെ ആരാണെന്ന് അറിയാനുള്ള നമ്മുടെ സാധ്യതയുടെ വിളക്ക് നാം മനഃപൂർവ്വം ഊതിക്കെടുത്തി വെച്ചിരിക്കുന്നത് എന്ന സത്യം നമുക്ക് അറിയേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ നാം യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഒന്ന് പരിശോധിച്ചാൽ, യേശുവിൻ്റെ ദേഹി, അവൻ്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നടത്തിയിരുന്നു. തൽഫലമായിട്ടാണ് യേശു എൻ്റെ പിതാവും ഞാനും ഒന്നാകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. നമുക്ക് അപ്രകാരം ഒരു തിരിച്ചറിവുണ്ടാത്തതിൻ്റെ കാര്യം അതീതമായതിലല്ല നമ്മുടെ വ്യക്തിത്വം അടിസ്ഥാനം കണ്ടിരിക്കുന്നത് എന്നത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അതായത് യേശുവിൻ്റെ വ്യക്തിത്വം, അതീതമായ പരിശുദ്ധാത്മാവിൻ്റെ അടിത്തറയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ വ്യക്തിത്വം, അത് മറുരൂപമലയിൽ സംഭവിച്ച സംഭവം ഉണ്ടല്ലോ, അവൻ രൂപാന്തരം സംഭവിച്ചു, മറുരൂപം പ്രാപിച്ചു എന്ന് പറയുന്നില്ലേ, അത് 100% ശരിയാണ്. അതിൽ അതിശയോക്തിയില്ല. കാരണം ആ അവസ്ഥയുടെ പൂർണ്ണതയാണ്, അതായത് അതീതമായതിൽ അധിഷ്ഠിതമായൊരു വ്യക്തിത്വം അതിൻ്റെ ഇഹലോക ദൗത്യം പൂർത്തിയാക്കിയാൽ അത് വെളിച്ചത്തിൻ്റെ പ്രതിഭാസമായി തീരും. വസ്ത്രം പോലും വെളിച്ചം പുറപ്പെടുവിക്കുമെന്ന് പറയുന്നതിൽ അതിശയോക്തി ഇല്ല തന്നെ. എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിൽ ചിലരെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യം, ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ കണ്ടിട്ടുണ്ടാകും. അവരുടെ കൂടെ നാം ആയിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ എത്ര പൊണ്ണമുണ്ടെന്നോ, അവരുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്നോ, അവരുടെ മോന്തയ്ക്ക് അമിതാഭ് ബച്ചൻ്റെ ഷേപ്പ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ നോക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിരിക്കും. നമുക്ക് ആകെപ്പാടെ ബോധ്യം വരുന്നത് ഇതാ, അതീതമായതിനെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വം, എ പേഴ്സണാലിറ്റി ഓഫ് സം മിസ്റ്ററി. ഞാൻ മദർ തെരേസയുടെ സമീപത്ത് നിന്നപ്പോൾ ആ 3/4 മണിക്കൂർ എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ട്.
മദർ തെരേസായ്ക്ക് എത്ര വണ്ണമുണ്ടെന്നോ, അവരുടെ മുഖത്തിന് എത്ര എന്താ ഐശ്വര്യമായിട്ട് സൗന്ദര്യമുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ ഒരു വിധത്തിൽ നമുക്ക് സാധ്യമല്ല. അവരൊരു സ്ത്രീയാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അവർ അതീതമായതിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള അനേകം പേർ ഈ ലോകത്തിലില്ല എന്നത് നമ്മുടെ ഒരു പട്ടിണിയാണ്, പാപ്പരത്വമാണ്, ക്ഷാമമാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണണം എന്ന് കർത്തൃനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇതിന് പകരമാണ് ഈ വലിയ വേഷഭൂഷാദികളൊക്കെ ഇട്ട് സൗന്ദര്യത്തിന്റെ കച്ചിത്തുറു പോലെ ഇങ്ങനെ ആളുകൾ നമ്മുടെ മുമ്പിൽ സ്വയം പ്രദർശിപ്പിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല, പറയാനുള്ള നാവ് എനിക്കില്ല. പൊട്ട്. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് യേശു പറയുന്നത്. ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാം വാക്യം, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതീതം ആധാരമായി തീരുന്നൊരു വ്യക്തിത്വത്തിന് മാത്രമേ അപ്രകാരം പ്രസ്താവിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതേ യേശുവാണ് പൊന്തിയോസ് പീലാത്തോസിനോട് പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല, മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതിൻ്റെ അർത്ഥം എൻ്റെ വ്യക്തിത്വവും അങ്ങനെയല്ല എന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ 100% അത് ശരിയാണ്. അതിൽ സന്ദേഹത്തിന് അല്പം പോലും എള്ളിട പോലും ഇടമില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ തരത്തിൽ വിശ്വാസികൾ വളരണമെന്ന് അത്രയത് യേശുവിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വളരാൻ സാധിക്കും എന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. ദാറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് അവർ ഫെയ്ത്ത്. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തെ ഇങ്ങനെ ഒന്ന് നിർവചിക്കട്ടെ. ഫെയ്ത്ത് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ മെറ്റീരിയൽ വേൾഡ് ആൻഡ് ദ ബിയോണ്ട്. ഭൗതികമായ ലോകത്തെ അഭൗമമായ അതീതമായ ഒരു ലോകത്തോട് ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പേരാണ് ഫെയ്ത്ത് എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതീതത്തെ ആധാരമാക്കുന്ന ദർശനമാണ് വിശ്വാസം. ഞാൻ ആവർത്തിക്കട്ടെ, അതീതത്തെ ജീവിതത്തിൻ്റെ ആധാരമാക്കുന്ന ദർശനമാണ് വിശ്വാസം. അതിനേക്കാൾ അർത്ഥവത്തായ ഒരു വിവക്ഷ എനിക്ക് നൽകാൻ ഇല്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് എനിക്കിതിനേക്കാൾ അപ്പുറം ഒന്നും പറയാനില്ല എന്ന ശീർഷകത്തിൽ ഞാൻ ഈ 3 വീഡിയോയിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇന്ന് വരെ നൽകപ്പെട്ടിട്ടുള്ള ധാരണയും നാം വച്ചുപുലർത്തുന്ന അള്ളിപ്പിടിക്കുന്ന ധാരണകളുമെല്ലാം ഇതിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളവും വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അത് കാവ്യാത്മകമായി പറയുന്നുവെങ്കിലും അതിൽ നിതാന്തമായ സത്യമാണ്. പക്ഷെ ആ ഒരു തരത്തിൽ നാം വിശ്വാസത്തെ മനസ്സിലാക്കണം. ഇപ്പോ പരുമലയിൽ പോയി പൈസ ഇട്ടാൽ ദൈവം പ്രസാദിക്കുമെന്നോ, അല്ലെങ്കിൽ ആലപ്പുഴ കൃപാസനത്തിൽ പോയി ഉടുമ്പട ചെയ്താൽ പശു പ്രസവിക്കുമെന്നോ വിചാരിക്കുന്ന ആ വിശ്വാസമാണെങ്കിൽ അങ്ങ് മറന്നേരെ. ആ വിശ്വാസത്തെ യേശു അറിഞ്ഞതല്ല, അത് നിങ്ങൾക്കാരോ പറഞ്ഞു തന്ന വിഷമാണ്, വർഗീയമായ വിഷമാണ്. അത് മാത്രമേ പ്രാപിച്ചിട്ടുള്ളൂ എങ്കിൽ അയ്യോ കഷ്ടം എന്നല്ല എന്ത് പറയാനാണ്. അപ്പം ആ അവസ്ഥയിൽ മാത്രമേ, അതായത് അതീതമായതിനെ അധിഷ്ഠിതമായിരിക്കുന്ന ആത്മീയമായ അവസ്ഥയിൽ മാത്രമേ നമുക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവും ശബരിയ സ്ത്രീയുമായുള്ള സംവാദത്തിൽ യേശു വെളിപ്പെടുത്തിയ അതീവ സത്യമായ ഒരു ആത്മീയമായ സത്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അതില്ലാതെ പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നാണ്ട് വിളിച്ചു പറഞ്ഞാൽ അത് ആരാധനയാണെന്ന് പറയുന്നതിനേക്കാൾ മണ്ടത്തരം, അർത്ഥശൂന്യമായ ജൽപ്പനം ലോകത്തിലുണ്ടാകുകയില്ല എന്നാണ് എനിക്ക് പറയാൻ. അത് മാത്രവുമല്ല, ഇതാണ് വാസ്തവത്തിൽ
ആരാധനയും സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതും ബിംബങ്ങളെ ആരാധിക്കുന്നതും വ്യത്യാസം. നമുക്കറിയാം 10 കൽപ്പനയിൽ പറഞ്ഞിട്ട് നമ്മൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ തിട്ടപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണോ ബിംബങ്ങളെയാണോ? നാം ബിംബാരാധകരാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം. അതീതമായത് അടിസ്ഥാനമല്ലാതെ മനുഷ്യൻ അവൻ്റെ വിഭാവന കൊണ്ട് സൃഷ്ടിക്കുന്ന രൂപങ്ങൾ, അതിന് മനുഷ്യൻ തന്നെ ദൈവികത കൽപ്പിച്ച് എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ, അതിനെ ആരാധിച്ചാൽ അത് ബിംബാരാധനയാണ്. അത് യേശുവിൻ്റെ രൂപമാണെങ്കിലും അത് ബിംബാരാധനയാണ്. അത് കുരിശൻ്റെ രൂപമാണെങ്കിലും ബിംബാരാധനയാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അതീതമായ അടിത്തറ അറിയുകയും ബഹുമാനിക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യാത്തൊരു ജനം കല്ലുകൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ കൊണ്ടോ യേശുവിൻ്റെ രൂപം ഉണ്ടാക്കി, അല്ലെങ്കിൽ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം ഉണ്ടാക്കി അതിൻ്റെ മുമ്പ് ഇരുന്നുകൊണ്ട് കുരിശ് വരച്ചു അല്ലെങ്കിൽ തെളിവൊലിച്ചു നിന്നു, അത് സത്യാരാധ്യ ആകണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുടെ തല കൊണ്ട് പരിശോധിക്കേണ്ടി വരും. ഒരു വിവരവുമില്ലാത്ത ആളുകളാണെന്ന് പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്നത് ബിംബത്തെയാണ്. ക്രിസ്ത്യാനികളായ സഹോദരങ്ങളെ നിങ്ങളെ ആരാധിപ്പിക്കാൻ സഹായിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ നടത്തുന്നത് ബിംബാരാധനയാണ്. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ അറിവുകൾ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുമായിരുന്നു, ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ മർമ്മം മനസ്സിലാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ 3 വീഡിയോകളുടെയും തുടർച്ചയായിട്ടുള്ള ലക്ഷ്യം. അത് ഏകദേശം നേടി എന്ന് അല്ലെങ്കിൽ പൂർത്തീകരിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ദ സീക്രട്ട് ഓഫ് ദ പേഴ്സൺ ഓഫ് ജീസസ്. ദേഹത്തെ ഭരിക്കുന്ന ദേഹിയുടെ ആത്മാവിൻ്റെ കാർമ്മികത്വത്തിൽ നടത്തുന്ന പ്രയത്നങ്ങൾ ദൈവികമായിരിക്കും. അപ്രകാരമുള്ള ആ സാധ്യത പ്രാപിക്കുന്ന, വെളിപ്പെടുത്തുന്ന, പ്രയോഗിക്കുന്ന വ്യക്തിത്വം വളർത്തിയെടുക്കാൻ നമുക്ക് ഇടയാകണമെന്നതാണ് യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അത് 4 സുവിശേഷങ്ങൾ പകൽ പോലെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇത് മനസ്സിലാക്കാതെ, ഒരുപക്ഷെ മനഃപൂർവ്വം അല്ലാതെയോ മനസ്സിലാക്കാതെ ക്രിസ്തീയ വിശ്വാസികൾ ആഗോളതലത്തിൽ ഇങ്ങനെ കണ്ണുപൊട്ടന്മാരെ പോലെ തപ്പിത്തടയുന്നൊരു കാലഘട്ടത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ എനിക്കിടയായത് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതിനെയാണ് നാം ആത്മാവിൽ നിയന്ത്രിതമായ ജീവിതം, ദ സ്പിരിറ്റ് ഡയറക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് അപാരമായ അതീതമായ സാധ്യതകൾ അടിത്തറയായി കണ്ട് വിശ്വാസത്തിൻ്റെ ആ പ്രത്യാശയിൽ, ആ ധൈര്യത്തിൽ, ആ ഉള്ളിലെ ഉറപ്പിൽ നമ്മുടെ വ്യക്തിത്വവും ജീവിതവും ആത്മീയമായ ദൗത്യവും പണിതുയർത്തുന്ന, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയുടെ പേരാണ് സ്പിരിറ്റ് ഡയറക്റ്റഡ് ലൈഫ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് അവസാനമായി നമ്മോട് തന്നെ ചോദിക്കണം. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകും. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ നമുക്ക് എൻ്റെ നാമത്തിൽ അർത്ഥം എന്താണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ആ അവസ്ഥ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ് വിശദമായി യേശു പറയുന്നതെങ്കിലും അതിന് ചെവി കൊടുക്കാതെ നാം നമ്മുടേതായ ചില ചവിട്ടുതാളങ്ങൾ കൊണ്ട് നടക്കുകയാണ്. What does it mean to pray in the name of Jesus? ഈ യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ, പേരെന്ന് പറഞ്ഞാൽ സ്വത്വമെന്നാണ്, എസെൻസ് എന്നാണ്. ആത്മീയതയുടെ അടിസ്ഥാന മർമ്മമായ ഈ അപ്രമേയമായ മർമ്മത്തെ, അതീതമായ യാഥാർത്ഥ്യത്തെ അടിത്തറയാക്കിക്കൊണ്ടുള്ള അവസ്ഥ സ്വായത്തമാക്കിയിരിക്കുന്ന വ്യക്തിത്വമാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ കെൽപ്പുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥന വിഷയമാക്കി വെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മിണ്ടാൻ വയ്യാത്തതാണെന്ന് തിരിച്ചറിയും. ആ അറിവിൽ കൂടെ യഥാർത്ഥത്തിൽ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം മനസ്സിലാക്കുകയും
ആ പ്രാർത്ഥനയുടെ പ്രധാന ഉദ്ദേശം തന്നെ നാം ആയിരിക്കേണ്ടതുപോലെ ആയിത്തീരുവാൻ ദൈവമേ സഹായിക്കണമേ എന്നതായിരിക്കണം നമുക്ക് ബോധ്യമായി തീരുകയും തൽഫലമായി നാം ലോകത്തിൻ്റെ വെളിച്ചമായി പരിവർത്തിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നതാകുന്നു സുവിശേഷത്തിൻ്റെ സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം എന്നൊരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഈ 3 വീഡിയോകളും തുടർച്ചയായി കാണുകയും അതിൻ്റെ ഉള്ളടക്കത്തെ തുറന്ന മനസ്സോടെ ഗ്രഹിക്കുകയും മഥിക്കുകയും മനനം ചെയ്യുകയും ചെയ്ത എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം നിത്യമായ അവസാനിക്കാത്ത സത്യമായി സ്നേഹത്തിൻ്റെ ഊർജമായി നമ്മുടെ ഏവരുടെയും ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. ആമേൻ.